ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് കൊച്ചു കുട്ടികളോട് സാധാരണയായിട്ട് പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയാറുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളോട് പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ സാധാരണയായി പറയാറുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. അതെങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, എല്ലാവരും വാ. ശരി. കോംബ് യുവർ ഹെയർ. കോംബ് യുവർ ഹെയർ. നിങ്ങളുടെ മുടി ചീകുക. മുടിയൊന്ന് ചീകി വൃത്തിയാക്ക്, അല്ലെങ്കിൽ മുടിയൊന്ന് ചീകി വെച്ചേ എന്നൊക്കെ സാധാരണ അമ്മമാർ അല്ലെങ്കിൽ ക്ലാസ്സിൽ മുടി വൃത്തികേടായിട്ട് ചെന്ന ടീച്ചർമാർ പറയും. ആ മുടിയൊന്ന് മര്യാദയ്ക്ക് ചീകി വയ്ക്കണം, ചീകി വച്ചേ എന്നൊക്കെ പറയാറില്ലേ? അതെങ്ങനെ ഹിന്ദിയിൽ പറയും? ബാൽ കങ്കി കർലോ. ബാൽ കങ്കി കർലോ. കോംബ് യുവർ ഹെയർ. ബാൽ കങ്കി കർലോ. ബാൽ എന്ന് പറഞ്ഞാൽ മുടി. മുടിക്ക് ഹിന്ദിയിൽ പറയുന്നതാണ് ബാൽ. കങ്കി ഈരുന്നതിന്, കോമ്പ് ചെയ്യുന്നതിന് പറയുന്നതാണ് കങ്കി. കങ്കി കർലോ. ഈരുക അല്ലെങ്കിൽ ചീകി വയ്ക്കുക. ഇതിനാണ് ബാൽ കങ്കി കർലോ എന്ന് പറയുന്നത്. ഓക്കെ. Put on your shoes. Put on your shoes. നിങ്ങളുടെ ഷൂസ് ധരിക്കുക, അല്ലെങ്കിൽ ഷൂസ് വേഗം ഇട്ടേ എന്നൊക്കെ പാരൻസ് കാലത്തെ കൊച്ചുങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പറയാറുണ്ടല്ലേ. അപ്പോൾ പുട്ട് ഓൺ യുവർ ഷൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷൂസ് ധരിക്കൂ, ഷൂസ് ധരിക്കുക അല്ലെങ്കിൽ ഷൂസ് ധരിക്കൂ എന്നാണ്. അപ്പനെ ജൂത്തേ പഹൻലോ. അപ്പനെ നിങ്ങളുടെ, അവനവൻ്റെ, ജൂത്തേ എന്ന് വെച്ചാൽ ഷൂ. ജൂത്തേ എന്ന് പറഞ്ഞാൽ ഷൂ, ഷൂസ്. ജൂത്ത ഷൂ, ജൂത്തേ ഷൂസുകൾ. പഹൻലോ ധരിക്കൂ, ഷൂസ് ഇടൂ എന്നാണ് പറയുന്നത്. അപ്പനെ ജൂത്തേ പഹൻലോ. ചേഞ്ച് യുവർ ക്ലോത്ത്സ്. സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറ്റൂ, അല്ലെങ്കിൽ ആ വസ്ത്രം ഒക്കെ ഒന്ന് മാറ്റിയേ എന്നൊക്കെ വീട്ടിൽ പാരൻസ് പറയാറുണ്ട്, അല്ലെങ്കിൽ മുതിർന്നവർ പറയാറുണ്ട്. വന്ന് കയറിയിട്ട് ആ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റ്, അഴുക്കായിരിക്കുന്നതൊക്കെ മാറ്റിയിട്, എന്നിട്ട് വാ എന്നൊക്കെ പറയാറില്ലേ? അതിന് എങ്ങനെയാണ് പറയുക? ചേഞ്ച് യുവർ ക്ലോത്ത്സ്. നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറ്റൂ അല്ലേ? അപ്പനെ നിങ്ങളുടെ, അല്ലെങ്കിൽ അവനവൻ്റെ. നേരത്തെ പറഞ്ഞ അപ്പനെ ജൂത്തേ അവരവരുടെ ഷൂസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഷൂസ് എന്നാണ് അർത്ഥം. ഇതും അതുപോലെ തന്നെ അപ്പനെ കപ്പടെ. അപ്പനെ കപ്പടെ ബദലേം. ബദലേം ചേഞ്ച് ചെയ്യൂ, മാറ്റൂ എന്നാണ് ബദലേം എന്ന് വെച്ചാൽ അർത്ഥം. അപ്പോൾ അപ്പനെ കപ്പടെ, കപ്പടെ വസ്ത്രങ്ങൾ എന്നാണ്. ബദലേം മാറ്റൂ. അപ്പനെ കപ്പടെ ബദലേം നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറ്റൂ. വിയർ യുവർ സ്ലിപ്പേഴ്സ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് ഷൂവും സോക്സൊക്കെ ഊരി മാറ്റി ചെരുപ്പ് ധരിക്കാൻ പറയും. നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾക്കാണ് സ്ലിപ്പർ എന്ന് പറയുന്നത് അല്ലേ? വിയർ യുവർ സ്ലിപ്പേഴ്സ്. നിങ്ങളുടെ ചെരുപ്പുകൾ ധരിക്കൂ. എങ്ങനെയാണ്? അപ്പനി ചപ്പൽ പഹനെ. അപ്പനി ചപ്പൽ, ചപ്പൽ സ്ലിപ്പേഴ്സ് എന്നാണ് അർത്ഥം.
അപ്പനി ചപ്പൽ പഹനേം. അപ്പനി ചപ്പൽ പഹനേം. നിങ്ങളുടെ ചെരുപ്പുകൾ ധരിക്കൂ. ഡോണ്ട് ടിയർ യുവർ പേജസ്. ഡോണ്ട് ടിയർ യുവർ പേജസ്. സാധാരണ മിക്ക കുട്ടികൾക്കുള്ളൊരു രോഗമാണ് ബുക്കുകളുടെ പേജുകൾ കീറിയെടുക്കുക. ഓരോ കാര്യങ്ങൾക്ക് ബോട്ടുണ്ടാക്കാൻ, അതുണ്ടാക്കാൻ, ഇതുണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ഓരോ പേജുകൾ കീറിയെടുക്കൽ അല്ലേ. അപ്പം ഈ പേജിന് പേജെന്നും പറയും ഹിന്ദിയിൽ. പന്ന എന്നാണ് പറയുന്നത്. പന്ന. ഓരോ പേജിനും പന്ന എന്ന് പറയും. അപ്പം പേജുകൾ കീറരുത് എന്ന് പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയാറുണ്ട്. പേജുകൾ കീറരുത്. അതെങ്ങനെ പറയാം? അപ്പനെ പന്നെ മത്ത് ഫാഡോ. അപ്പനെ പന്നെ എന്ന് പറഞ്ഞ പേജുകൾ. മത്ത് ഫാഡോ എന്ന് വെച്ചാൽ കീറുക, ടിയർ ചെയ്യുക. കീറിമുറി കഷ്ണങ്ങളാക്കുന്നതിനാണ് നമ്മൾ ഫാഡോ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അപ്പം മത്ത് ഫാഡോ എന്ന് വെച്ചാൽ കീറരുത്, കീറിക്കളയരുത്. അപ്പനെ പന്നെ മത്ത് ഫാഡോ. വാട്ട് ആർ യു പ്ലേയിങ്? വാട്ട് ആർ യു പ്ലേയിങ്? നീ എന്താ അവിടെ കളിക്കുന്നത്? അവിടെ എന്ത് കളിയാണ് കളിക്കുന്നത്? കൂട്ടുകാരും ഒരുമിച്ച് എന്ത് കളിയാണ് നീ കളിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. എന്താണ് കളിക്കുന്നത്? തും ക്യാ ഖേൽ രഹേ ഹോ? തും ക്യാ ഖേൽ രഹേ ഹോ? തും നിങ്ങൾ, അല്ലെങ്കിൽ നീ. കുട്ടികളോടാവുമ്പോൾ നമ്മൾ നീ എന്നാണ് പറയുള്ളത്. നിങ്ങൾ എന്ത് കളിക്കുന്നു കുറേ പേരുണ്ടെങ്കിലേ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ നീ. തും ക്യാ ഖേൽ രഹേ ഹോ? നീ അല്ലെങ്കിൽ നിങ്ങൾ. ക്യാ എന്ത്, ഖേൽ രഹേ ഹോ കളിക്കുന്നു. തും വന്നതുകൊണ്ടാണ് ഹോ എന്ന് ചേർത്തത്. അല്ലെങ്കിൽ ഹേ എന്നാണ് നമ്മൾ ഉപയോഗിക്കുള്ളായിരുന്നു. അപ്പം തും ക്യാ ഖേൽ രഹേ ഹോ? ഡിഡ് മോസ്കിറ്റോ ബൈറ്റ് യു? ഡിഡ് മോസ്കിറ്റോ ബൈറ്റ് യു? നിന്നെ കൊതുക് കടിച്ചോ? മോസ്കിറ്റോ എന്താണ്? കൊതുക്. കൊതുക് കടിച്ചോ? സാധാരണ എല്ലാവർക്കും വൈകിട്ട് ഒക്കെ നേരം അതിരാവിലെയുള്ള പരിപാടിയാണ്. അപ്പം ഡിഡ് മോസ്കിറ്റോ ബൈറ്റ് യു? ഡിഡ് മോസ്കിറ്റോ ബൈറ്റ് യു? നിന്നെ കൊതുക് കടിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ക്യാ മച്ചറിനെ തുമ്മേം കാട്ടാ? ക്യാ മച്ചറിനെ. മച്ചർ കൊതുക്. മച്ചറിനെ തുമേം കാട്ടാ? മച്ചർ നിന്നെ കടിച്ചോ? മച്ചർ എന്ന് പറഞ്ഞാൽ കൊതുക്. മച്ചറിനെ കൊതുക്, നിന്നെ തുമേം നിന്നെ, കാട്ടാ കടിച്ചോ. കാട്ടാ എന്ന് വെച്ചാൽ കടിച്ചോ. ഡോണ്ട് ടച്ച് ദ സ്വിച്ച്. ഡോണ്ട് ടച്ച് ദ സ്വിച്ച്. കുട്ടികളോട് നമ്മൾ വേറെ പറയുന്നൊരു കാര്യമാണ്, സ്വിച്ചിൽ തൊട്ട് കളിക്കണ്ട. ഡോണ്ട് ടച്ച് ദ സ്വിച്ച്. സ്വിച്ചിൽ തൊടണ്ട, സ്വിച്ചിൽ തൊടരുത്, അതിൽ തൊട്ട് കളിക്കണ്ട. സ്വിച്ച് തൊടരുത്. അതെങ്ങനെ പറയും? സ്വിച്ച് എന്ന് തന്നെയാണ് പറയുന്നത്. സ്വിച്ച് ന ചൂയേം. ചൂയെന്ന് വെച്ചാൽ തൊടുക എന്നാണ്. നമ്മൾ തൊടുന്നതിനാണ് ചൂയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തൊടുന്നതിന്. അപ്പോൾ സ്വിച്ചിനെ മത്ത് ചൂയേ, തൊടരുത്. മത്തെന്ന് പറഞ്ഞാൽ നഹി എന്നുള്ള അർത്ഥമാണ്, നോ. അപ്പോൾ സ്വിച്ചിനെ തൊടരുത്. സ്വിച്ചുക്കോ മത്ത് ചൂയേ. അടുത്തത് സ്പീക്ക് സ്ലോലി. കുട്ടികളോട് നമ്മൾ ക്ലാസ്സിൽ ഉറക്ക വർത്താനം പറയുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ഒച്ച വയ്ക്കുമ്പോൾ പറയാം സ്പീക്ക് സ്ലോലി. പതുക്കെ പറയേ. അതിന് ഹിന്ദിയിൽ എന്ത് പറയും? ധീരെ ബോലോ. പതുക്കെ, സാവധാനം പറയേ, ഒച്ച വയ്ക്കരുത്. ധീരെ ബോലോ, സാവധാനത്തിൽ, പതുക്കെ എന്നൊക്കെയാണ് അർത്ഥം. ധീരെ ബോലോ, പതുക്കെ പറയൂ, സാവധാനത്തിൽ പറയൂ. ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്. ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്. അടുത്തത് കുട്ടികൾ ഒക്കെ എപ്പോഴും നഖമൊക്കെ കടിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പം നമ്മൾ പറയാറുണ്ട് നഖം കടിക്കരുത്. ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്. നിങ്ങളുടെ നഖം കടിക്കരുത്. ഡോണ്ട് ബൈറ്റ്
യുവർ നെയിൽസ്. അതെങ്ങനെ ഹിന്ദിയിൽ പറയും? അപ്പനെ. അപ്പനെ നാഖൂൻ. നഖത്തിന് ഹിന്ദിയിൽ പറയുന്നത് നാഖൂൻ. നാഖൂൻ. അപ്പനെ നാഖൂൻ മത്ത് കാട്ടോ. അപ്പനെ നിങ്ങളുടെ, അവനവൻ്റെ, നാഖൂൻ നഖം, മത്ത് കാട്ടോ കടിക്കരുത്. കാട്ടോ കടിക്കുക, മത്ത് കാട്ടോ കടിക്കരുത്. ഓക്കെ. അപ്പനെ നാഖൂൻ മത്ത് കാട്ടോ, നിങ്ങളുടെ നഖം കടിക്കരുത് അല്ലെങ്കിൽ നഖം കടിക്കരുത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അപ്പം എല്ലാവരും കുട്ടികളോട് ഇതുപോലെ ഹിന്ദിയിൽ സംസാരിക്കാനായിട്ട് പഠിച്ചിട്ട് അവരോട് ഇതൊക്കെ പറയാൻ ശ്രമിക്കണം. ഓക്കെ. കൂട്ടുകാരോടും കുട്ടികൾക്ക് പറയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അപ്പം എല്ലാവരും സെൻറ്റൻസുകളൊക്കെ പഠിക്കുക. ഓക്കെ, ബൈ.